പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെന്ന കേസിൽ ബിഗ് ബോസ് താരം ഷിയാസ് കരീമിന് കുരുക്കായി ശബ്ദ സന്ദേശം പുറത്ത്. ജിമ്മിന്റെ നവീകരണത്തിനായി ഷിയാസ് പരാതിക്കാരിയോട് പണം ആവശ്യപ്പെടുന്നതാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ പണമായി തന്നെ നൽകണമെന്നും ബന്ധം പുറത്തറിയരുത് എന്നും ഷിയാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണിപാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 ആയിട്ട് തന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെയുള്ളൂ. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, പണം അടക്കം വാങ്ങി, പിന്നീട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ ചിത്രങ്ങൾ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഷിയാസ് കരീമിനെതിരെയുള്ളത്. ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പണം വാങ്ങിയതിന് തെളിവ് കൂടി ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നാണ്. മാധു, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് അത്തരത്തിലൊരു നിർബന്ധ ബുദ്ധി ഷിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ ഈ പ്രവാസി വ്യവസായിയായ യുവതിയാണ് ഷിയാസ് കരീമിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. ഇന്നലെ പാലാരിവട്ട പോലീസ് ഷിയാസിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ, ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് പോലീസിന് വ്യക്തമായിരിക്കുകയാണ്. അതിനുള്ള തെളിവ് കൂടിയായി ഓഡിയോ ക്ലിപ്പ് മാറുന്നുണ്ടെന്നുള്ളതാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ ഷിയാസ് പറയുന്നത് നമുക്ക് കൃത്യമായി തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുകയാണ്, പലപ്പോഴായി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇത് ബാങ്ക് അക്കൗണ്ട് വഴി നൽകാതെ നേരിട്ട് പണമായി തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ് ഷിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കാരണമായി ഷിയാസ് പറയുന്നത് ചില ലീഗൽ പ്രശ്നങ്ങൾ അതിലൂടെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ഈ പണം വാങ്ങിയതിന് കൃത്യമായി തെളിവായി ഈ ഓഡിയോ ക്ലിപ്പ് മാറുകയാണെന്നുള്ളത്. ഒപ്പം തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം അത് പുറത്ത് അറിയരുത് എന്നുള്ളൊരു കാര്യം കൂടി ഷിയാസ് ഓഡിയോ ക്ലിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് ഷിയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, സ്ത്രീത്വത്തെ അവമാനിച്ചതിനാണ്. BNS 79 പുറമെ തന്നെ മറ്റ് 2 വകുപ്പുകൾ കൂടി, അതായത് ഭീഷണിപ്പെടുത്തിയതിനും ഒപ്പം സാമ്പത്തിക വഞ്ചനയ്ക്കുമാണ് പാലാരിവട്ട പോലീസ് കേസെടുത്തിരുന്നത്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് കോഴിക്കോട് ചേവായൂരാണ്. ഈ 2 പേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ചേവായൂരിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളും അതിനെ തുടർന്നുള്ള ഭീഷണിയൊക്കെ തന്നെ അവിടെ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പാലാരിവട്ട പോലീസ് 0 FIR ഇട്ട ശേഷം ചേവായൂർ പോലീസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. ഇനി ചേവായൂർ പോലീസാണ് ഷിയാസിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിയാസ് ഒരുപക്ഷെ ഈ കേസിനെതിരെ, അതായത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്തായാലും യുവതി പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൻ ഇത്തരത്തിൽ 65 ലക്ഷം രൂപ നൽകിയിരുന്നു എന്നുള്ള. 65 ലക്ഷം രൂപ തിരികെ ചോദിച്ചോടുകൂടി ഷിയാസ് ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ പോൺ സൈറ്റുകൾക്ക് അയച്ചു നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി എന്നുള്ളതാണ് പരാതിയിലുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 വകുപ്പുകൾ ചുമത്തി ഷിയാസിനെതിരെ കേസ് എടുത്തിരുന്നത്. SSRനാണ് വിവരങ്ങൾ നൽകിയത്. ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെയാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശമടക്കം പുറത്തു വന്നിരിക്കുന്നത്. ജിം നവീകരണത്തിനായി യുവതിയോട് പണം ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, പണം നൽകുന്നത് അക്കൗണ്ടിലൂടെ വേണ്ട എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഷിയാസ് കരീം നൽകുന്നത് ഓഡിയോയിൽ വ്യക്തമാണ്.